കൃഷ്ണകുമാറിനെതിരെയും ദിയയ്ക്കെതിരെയും പറഞ്ഞതിന് ശേഷം മറ്റൊരു വ്യക്തിയെയും കൂടി ആ കുടുംബത്തിൽ നിന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് ദിയയുടെ ജോലിക്കാർ. അതായത് ദിയയുടെ ഭർത്താവിനെ. ദിയയ്ക്ക് വയ്യാതായതിനെ തുടർന്ന് പലപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അശ്വിനാണ്. എന്നാൽ 10 മണിക്ക് ശേഷം അദ്ദേഹം OBOCയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും അതിൻ്റെ കാര്യങ്ങൾക്കുമായി ഇവരെ വിളിക്കുന്നത് ഇവർക്ക് ശല്യമായി തോന്നാറുണ്ടായിരുന്നു എന്നതായിരുന്നു ഇവരുടെ ആരോപണം. രാത്രി വിളിച്ച് ഒരു പൂവാലൻ സംസാരിക്കുന്നത് പോലെയാണ് അശ്വിൻ സംസാരിക്കുന്നത് എന്ന് ഇവർ പറയുന്നു. ഇവർക്ക് പ്രശ്നമുണ്ടായ സമയത്ത് ഇവർ അശ്വിൻ്റെ ഫോണിലേക്കാണ് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചത്. അതെല്ലാം തന്നെ ദിയയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന് ദിയയുടെ കൃത്യം മറുപടിയും വന്നിട്ടുണ്ട്. വീട്ടിൽ അവന് ബിരിയാണി ഉണ്ട്, എന്തായാലും മണ്ണ് വാരി തിന്നേണ്ട ഗതിയില്ല, അങ്ങനെ വരുമ്പോൾ വിളിക്കാം. ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയയുടെ കമൻറ്റ്. അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ്. അവന് തള്ളവണ്ടി വേണ്ട, തള്ളുവണ്ടി വേണ്ട സമയത്ത് നിങ്ങളെ അറിയിക്കാം. ഇങ്ങനെയാണ് ദിയ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇതുതന്നെയായി മാറുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിപ്പോൾ ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും ദിയയെ അഭിനന്ദിച്ചുകൊണ്ടാണ് എത്തുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. ഇതിൽ ദിയയ്ക്കെതിരെയോ അഹാനയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഇഷാനിക്കെതിരെയോ ഒന്നും തന്നെ ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവർ പ്രതികരിച്ചത് അശ്വിനെതിരെയും കൃഷ്ണകുമാറിനെതിരെയുമാണ്. എന്നാൽ ആദ്യം അതിൽ കൃഷ്ണകുമാറിനെയാണ് ഇരയാക്കിയത്. പൊളിറ്റിക്സ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അത് അവർ ഉപയോഗിക്കാൻ നോക്കി. എന്നാൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും കൃഷ്ണകുമാറിനോടൊപ്പം നിന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃഷ്ണകുമാർ തന്നെ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ കണ്ടത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആരാധകരും ഇത് തന്നെ സംസാരിക്കുകയാണ്. പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. അവസാനം ഒന്നും കിട്ടാതെയായപ്പോൾ അശ്വിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. ദിയയ്ക്ക് വയ്യാതിരുന്നതിനെ തുടർന്ന് അശ്വിൻ്റെ ജോലി കഴിയുമ്പോഴേക്കും ഇന്ന് എത്ര കച്ചവടം ഉണ്ടായിരുന്നുവെന്നും ഇന്ന് എന്തൊക്കെ ബിസിനസ് നടത്തിയെന്നൊക്കെ അശ്വിൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. അതിനെയാണ് ഇവർ ഇത് പറയുന്നത്. ഫോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അശ്വിൻ ഫോൺ എടുക്കുന്നതെന്നായിരുന്നു ഇവരുടെ പരാതി. അല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഫോൺ വിളിക്കേണ്ടത്? അവർ നിങ്ങളോട് അത്രമാത്രം അടുപ്പത്തിലായിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു മുതലാളിയെ പോലെയാണ് നിങ്ങളടുത്ത് പെരുമാറിയതെങ്കിൽ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. രാത്രിയാണ്, നിങ്ങൾ വീട്ടിലിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളോട് അക്കാര്യങ്ങൾ അവർ ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഒരു സഹോദരിയെ പോലെ അശ്വിൻ അത് കണ്ടതും. അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. വുമൺ കാർഡ് എടുത്ത് മതിയായില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കൃഷ്ണകുമാറിനെതിരെ പീഡിപ്പിച്ചുവെന്നും ബലമായി ചോദ്യം ചെയ്തു ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ചുമത്തിയവരെ ഇപ്പോൾ കാണാൻ പോലുമില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.